ഹലോ ഗെയ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കുഞ്ഞിക്കിളിയെ എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. അപ്പം കുഞ്ഞിക്കിളിക്കല്ല കേട്ടോ പ്രശ്നം മുഴുവനും എനിക്കാണ് കേട്ടോ. അപ്പം എനിക്ക് സർജനെ കാണിക്കാൻ ബുക്കാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ തന്നെ നമുക്ക് സാധാ ഹോസ്പിറ്റലിലൊന്ന് കാണിക്കേണ്ടി വന്നു കേട്ടോ. പെട്ടെന്ന് പനി കൂടി, വായ നിറച്ച് പുണ്ണായി, കുറച്ച് ബുദ്ധിമുട്ടായി പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയതായിരുന്നു. ഞാൻ രാവിലെ കുട്ടികൾ സ്കൂൾ പോയത് തൊട്ട് വൈകുന്നേരം വരെ ഒരേ കടപ്പായിരുന്നു കേട്ടോ. നൗഷൂക്ക സ്ഥലത്തില്ലായിരുന്നു, നൗഷൂക്ക കോഴിക്കോടായിരുന്നു കേട്ടോ. ഒരു ഓട്ടം പോയതായിരുന്നേ. അപ്പം നൗഷൂക്ക പെട്ടെന്ന് വന്ന് എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടുന്ന് കുറച്ച് മരുന്ന് കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. എൻ്റെ മെയിൻ പ്രശ്നത്തിനുള്ള മരുന്ന് അവിടുന്ന് മേടിച്ചില്ല. അപ്പം അത് നമ്മൾ നാളെ സർജനെ കാണിക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ചായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് പാച്ചും എടുത്തതാണ് കേട്ടോ. അപ്പം അവിടുന്ന് ഡോക്ടർ പരിശോധന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മേലും കൈയൊക്കെ വേദന കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് മരുന്നൊക്കെ മേടിച്ചു നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെ ആട്ടത്. അപ്പം എൻ്റെ പനിയൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. എപ്പോഴും സൗണ്ട് ശരിക്കും റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒരു പൂച്ചേനെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം ഉമ്മാൻ്റെ അവിടെ വന്നതാണ്. അപ്പം ഉമ്മ അതാ അടുക്കളയിൽ ഓരോ പണിയാണ് കേട്ടോ. അപ്പം ഞാൻ അത് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ ചുടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇന്നാണ് കേട്ടോ സർജനെ കാണിക്കാൻ വേണ്ടി പോകേണ്ട ദിവസം. അപ്പം ഉമ്മ ചുടുന്ന പത്തിരിയൊക്കെ എടുത്ത് ഞാനൊന്ന് വെറുതെ ഇങ്ങനെ നോക്കിയതാട്ടോ. എനിക്ക് ഒന്നും തിന്നാനൊന്നും തോന്നുന്നില്ല കേട്ടോ. ഉമ്മ എനിക്കിത് വേണ്ടിയിട്ട് ആക്കിയതായിരുന്നു. പക്ഷേ ഞാനങ്ങനെ കഴിച്ചില്ല കേട്ടോ. ഒരൊറ്റൊന്നേ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് തീരെ തിന്നാൻ പറ്റിയില്ല കേട്ടോ. ഒന്നാമത് ഈ പുണ്ണും പിന്നെ ഈ പനിച്ചിട്ട് വായൊക്കെ നമുക്കൊരു കയ്പ്പ് പോലെ ഉണ്ടാവില്ല. എന്ത് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇന്നാണ് കേട്ടോ സർജനെ കാണിക്കാൻ പോകേണ്ട ദിവസം. അപ്പം നമ്മൾ വിളിച്ച് ബുക്കാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് പോകുമ്പോഴത്തേക്ക് ഉമ്മ വേഗം ആക്കുന്നതാട്ടോ കടിയൊക്കെ. നമുക്ക് ബുക്കിംഗ് ആക്കിയത് 9 മണിക്കാട്ടോ. അപ്പം നമുക്ക് അപ്പോഴത്തേക്ക് അവിടെ എത്തണം. പിന്നെ നൗഷൂക്ക് ഞാനും മാത്രമേ പോകുന്നുള്ളൂ. കുട്ടികൾ അവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഇറച്ചിക്കറിയും ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് എരിവ് പറ്റൂല പറഞ്ഞിട്ട് ഉമ്മ തേങ്ങയൊക്കെ അരച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കൂട്ടിയില്ല കേട്ടോ. എനിക്ക് തീരെ പറ്റുന്നില്ല. ഒരു പത്തിരി മാത്രമേ കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മാറ്റാൻ വേണ്ടി പോയിട്ടോ. അതിനെ മാറ്റി കഴിഞ്ഞിട്ട് ഇതാ പോവാണ് കേട്ടോ. അപ്പം എവിടെ പോകുമ്പോഴും കണ്ണൊക്കെ ഞാൻ മേലെയും താഴെയൊക്കെ ഇരുന്ന് എനിക്ക് ഇപ്രാവശ്യം ഒന്നിനൊരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചക്കയും ചാമ്പയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഉമ്മാനത്ത് യാത്ര പറഞ്ഞു ഞാനും നൗഷൂക്കെ ഇറങ്ങിയിട്ടോ. 9 മണിയാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തണം കേട്ടോ. അപ്പം പനിക്കൊക്കെ ഇന്നൊരു ആശ്വാസമുണ്ട്. സൗണ്ട് റെഡി ആയിട്ടില്ല, അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോഴും ഞാനിപ്പോൾ വോയിസ് കൊടുക്കുകയാണേ, അപ്പോഴും സൗണ്ട് റെഡി ആയിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ നമ്മൾ ഇപ്പം മാനന്തവാടി ടൗണിലോട്ട് എത്തുകയാണ് കേട്ടോ. അപ്പം ഇത് മാനന്തവാടി ടൗണിലോട്ട് എത്തുന്നതിന് അടുപ്പിച്ചിട്ടുള്ളൊരു കാർ വാഷിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ മാനന്തവാടി ടൗണ്. അപ്പം നല്ല അത്യാവശ്യം വലിയ ടൗണാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പം നേരെ കാണിക്കാൻ പോകുന്നത് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലാട്ടോ. അപ്പം അവിടെ ആണ് കേട്ടോ ബുക്ക് ചെയ്തത്. അപ്പം നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറല്ല കേട്ടോ. അപ്പം ഇന്ന് വേറൊരു ഡോക്ടറാണ് കേട്ടോ, ലേഡി ഡോക്ടറാണ്. അപ്പം ലേഡി ഡോക്ടറിനെ തന്നെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ പോക്ക്. പിന്നെ ഇന്നലെ ഞാൻ നമ്മുടെ ഒരു യൂട്യൂബർ ഉബൈദിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി ഇന്നലെ മാനന്തവാടിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു പോലീസുകാരനെ ചലഞ്ചൊക്കെ കൊടുക്കുന്നതൊക്കെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ മാനന്തവാടി ടൗണിലാണ്. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇവിടെ വെച്ചിട്ടാണ് തോന്നുന്നു കേട്ടോ നമ്മുടെ ഉബൈദ് മറ്റേ ചലഞ്ച് കൊടുത്തത്. അപ്പം ഞാൻ അവനുണ്ടായാലോ എന്നൊക്കെ കരുതി കേട്ടോ. നമുക്ക് ചലഞ്ചും കാര്യങ്ങളൊന്നും വേണ്ട, എന്നാലും നല്ലൊരു മനുഷ്യനല്ലേ. അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഇതാണ് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴി കേട്ടോ. പിന്നെ നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ കരുതും വെയ്യാണ്ടായിട്ടും എന്തിനാ വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന്. പക്ഷേ ഞാൻ
ഒരു എന്താ പറയുക, എനിക്ക് മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നിറവേറണമെങ്കിൽ എനിക്ക് വീഡിയോ എടുത്തേ മതിയാവുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ടോക്കൺ നമ്പർ 3 കേട്ടോ. നമ്മൾ വിളിച്ച് ബുക്കാക്കിയതുകൊണ്ട് നമുക്ക് ടോക്കൺ നമ്പർ 3 കേട്ടോ. അപ്പം അങ്ങനെ ഡോക്ടറെ കാണിച്ചു കേട്ടോ. ഡോക്ടറെ കാണിച്ചിട്ട് നമ്മളിതാ പുറത്തിറങ്ങുകയാണ് കേട്ടോ. ഒരുപാട് മരുന്നൊന്നും തന്നില്ല കേട്ടോ. എല്ലാ പ്രാവശ്യത്തെ പോലെ ഒരുപാട് മരുന്നൊന്നും ഇപ്രാവശ്യം ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഹോസ്പിറ്റലൊന്ന് മാറ്റേണ്ടി വരും കേട്ടോ. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ആശുപത്രിയിൽ നിന്നൊക്കെ വന്ന ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ. അപ്പം ഹോസ്പിറ്റലൊന്ന് ചെറുതായിട്ട് നമുക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോടുക്കോ അങ്ങനെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പം കുറേ ആൾക്കാർ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ അസുഖം എന്നൊക്കെ. അപ്പം എനിക്കൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു വയറുവേദനയൊക്കെ പിന്നെയും വരാൻ തുടങ്ങി. അപ്പം വേദന വരാൻ തുടങ്ങുമ്പം വായിൽ നിറച്ച് പുണ്ണ് വരിക അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ആശുപത്രിയിൽ നിന്നൊക്കെ വന്നു, എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ, കോഴിക്കോടല്ല കേട്ടോ, നമ്മൾ ഇവിടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൽപ്പറ്റ ഫാത്തിമയിൽ വിളിച്ച് ബുക്കാക്കിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഡോക്ടർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആ ഡോക്ടറെയും കൂടി വിളിച്ച് ഒന്ന് ബുക്കാക്കി അവിടെ പോയി കണ്ട് സംസാരിച്ചിട്ട് എന്താണെന്ന് ഒന്നും കൂടി എല്ലാ ടെസ്റ്റുകളും ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ മാറ്റാം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ കോഴിക്കോട് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പം എന്തായാലും ഇല്ല. അപ്പം നമുക്ക് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. പിന്നെ അതാ നമ്മൾ ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചക്ക പൊരിക്കുകയാണ് കേട്ടോ. ചക്കപ്പുഴുക്കൊക്കെ എല്ലാവർക്കും മടുത്തു. പിന്നെ അതാ പുറത്തോട്ട് നോക്കുമ്പം അത്യാവശ്യം ഒരു മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ലച്ചും നശുക്കയും പാച്ചൊക്കെ ഇരുന്ന് ഫോണിൽ അവിടെ കാണുകയാണ്. പിന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ടോ ഉമ്മാൻ്റെ അടുത്ത്. ഉമ്മ അവിടെ ഭയങ്കര പണിയിലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ നശുക്കയും പാച്ചൊക്കെ ഇതാ ഭയങ്കര ഈ ഒരു ഗെയിം കളിക്കുക കേട്ടോ. ആ കുപ്പി വെച്ചിട്ടുള്ള ഗെയിം കളിക്കുകയാണ്. അപ്പം അത് ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തു കേട്ടോ. ഇത് പാച്ചുവിൻ്റെ ഈ ഒരു കഴിവ് ഭയങ്കര തന്നെ കേട്ടോ. ഓൻ എത്ര വേണമെങ്കിലും ഇടും കേട്ടോ. പിന്നെ ഈ കുപ്പി ഇങ്ങനെ ഞാനൊന്നും ശ്രമിച്ചാൽ 10 വട്ടം എറിഞ്ഞാൽ ഒരു വട്ടമൊക്കെ കേട്ടോ എനിക്ക് വീഴുക. അങ്ങനെ നൗഷുക്കയും പാച്ചും ഭയങ്കര മത്സരിച്ചുള്ള കളിയായിരുന്നു കേട്ടോ. ആദ്യം ലച്ചുണില്ലായിരുന്നു, പിന്നെ ലച്ചും കൂടി കേട്ടോ. അങ്ങനെ പാച്ചു ഒരുപാട് കളിച്ച് പാച്ചു അടുപ്പിച്ചടുപ്പിച്ച് കുറേ ഇട്ടു കേട്ടോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് പാച്ചക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാച്ചു ഇതിലെപ്പോഴും അധികം ജയിക്കാറുണ്ട് കേട്ടോ. അതിന് 50-50 എന്ന് പറഞ്ഞിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ 50 പാച്ചു ആകും, നൗഷുക്ക 30 ആകും, ലച്ച് 10 ആകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചക്ക വറുത്തതൊക്കെ എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചെറുതായിട്ട് ഒന്നിങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ച് നോക്കി. എനിക്ക് വായിക്ക് രുചിയൊന്നും കിട്ടിയില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഇപ്പോഴത്തെ കുറച്ച് ദിവസമായിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ചക്ക കരിഞ്ഞും പോയി കേട്ടോ. അപ്പോൾ കരിഞ്ഞതും കാണിക്കണമല്ലോ, നല്ലത് മാത്രമല്ലല്ലോ, ചീത്തതും കാണിക്കണമല്ലോ. അപ്പം പിന്നെ അത് കഴിഞ്ഞു, രാത്രിയായി. അപ്പം മരുന്ന് കുടിക്കുകയാണ് കേട്ടോ. അപ്പം മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങളിതാ പുറത്ത് പോവുക ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നൗഷുക്ക് ഇപ്പോൾ ലോഡിന് പോകുന്നുണ്ട് കേട്ടോ രാത്രി. അപ്പം നൗഷുക്കാക്ക് ലോഡിന് പോകാനുള്ള സമയമായപ്പോൾ ലച്ചും പോകാൻ വേണ്ടി കരയാണ് കേട്ടോ. നൗഷുക്കാക്ക് തീരെ മനസ്സില്ല കേട്ടോ. അവളങ്ങനെ കരഞ്ഞിട്ട് പോകുമ്പോഴും പിന്നെ എനിക്ക് വെയ്യാണ്ട് ഇങ്ങനെ എന്നെ ഇവിടെ ആക്കി പോകുമ്പോഴും പിന്നെ ഉമ്മ ഉള്ളതുകൊണ്ട് നൗഷുക്കാക്ക് ഒരു സമാധാനം കേട്ടോ. പിന്നെ വയനാട്ടിൽ റെഡ് അലർട്ട് ആയതുകൊണ്ട് മദ്രസും ഇല്ല കേട്ടോ. അങ്ങനെ നൗഷുക്ക പോവുകയാണ് കേട്ടോ. ഇപ്പം നൗഷുക്കാൻ്റെ പണി കുറവാണ് കേട്ടോ. പെയിൻറ്റിങ്ങിൻ്റെ പണി കുറവാണ്. അപ്പം ഇപ്പോൾ ലോഡിൻ്റെ പണിക്കാണ് കേട്ടോ പോകുന്നത്. കാരണം ഇപ്പോഴത്തെ എൻ്റെ ഹോസ്പിറ്റൽ കേസ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും നല്ലോണം കൂടുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നൗഷുക്ക പോകുന്നത്. അപ്പം ലച്ചുക്ക് ചെറുതായിട്ട് കരച്ചിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കരച്ചിൽ എവിടെയോ പോയിട്ടോ. അങ്ങനെ ഇതൊക്കെ ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ വീഡിയോ വോയിസ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നൗഷുക്ക പോകുന്നത് നോക്കി തന്നു കേട്ടോ. ഇവിടേക്ക് വണ്ടി വന്നിട്ടില്ല, ലോഡുള്ള വണ്ടി ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ലോഡും കൊണ്ട് വരുന്ന ആൾ ടൗണിൽ നിൽക്കും. അപ്പം നൗഷുക്ക ഒരു ഓട്ടോ വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ ഓട്ടോ വന്ന് നൗഷുക്ക പോയി. പിന്നെ ലച്ചു എൻ്റെ നെയ്റ്റൊക്കെ പിടിച്ച് ഇങ്ങനെ വലിക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുള്ളിൽ കയറിയപ്പോഴത്തേക്ക് നമ്മുടെ പാച്ചുട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ.
ഇപ്പം പാച്ചുക്കും ചെറുതായിട്ടൊരു പനി വരുന്ന പോലെ ഉണ്ട് കേട്ടോ. പിന്നെ പാച്ചു ഉറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ, ഈ ഒരു കണ്ണ് ഫുള്ളായിട്ടൊരു സൈഡ് ചുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, ഇങ്ങനെയാണ് കണ്ടില്ലേ എൻ്റെ കണ്ണ്. അപ്പം ഇങ്ങനെ ചോക്കും കേട്ടോ. എനിക്ക് ഓവർ വേദന കാര്യങ്ങൾ വരുമ്പം എൻ്റെ കണ്ണിലോട്ടാണ് കേട്ടോ അത് വേഗം കാണുക. അത് കഴിഞ്ഞ് ഇന്നലത്തെ അത്ര വലിയ കുഴപ്പം ഇന്നുണ്ടായില്ല കേട്ടോ. പനി കാര്യങ്ങളൊക്കെ കുറവുണ്ട്. പിന്നെ അത് കഴിഞ്ഞതാ ലച്ചുവിൻ്റെ ഒപ്പം ഞങ്ങൾ കിടക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. രാത്രി സമയം 10:30 ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചുതാ സബോളി എടുത്തിട്ട് ഓരോന്ന് പറയാൻ കേട്ടോ. ഇത് സബോളിയാണ്, അത് കാലിലാണ്, ഇത് തേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഹോസ്പിറ്റൽ കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ആരും നെഗറ്റീവ് കമൻറ്റ് ഇതാണോ വീഡിയോ ഇടുന്നതെന്നൊന്ന് ചോദിച്ചിട്ട് നെഗറ്റീവായിട്ടൊന്നും പറയണ്ട. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനിയിപ്പം നമുക്ക് ബുധനാഴ്ചയാണ് കേട്ടോ ഹോസ്പിറ്റൽ പോകേണ്ടത്, കൽപ്പറ്റയിലോട്ട്. അപ്പം ആ ഹോസ്പിറ്റലിൽ പോയി വന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് അസുഖം, എന്താണ് പ്രശ്നം എന്നൊക്കെ ഞാൻ എല്ലാം വിശദമായിട്ടൊരു വീഡിയോ